ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RCCയുടെ ഫോർത്ത് പാർട്ടാണ്. ഓൾറെഡി നമ്മൾ 3 പാർട്ട് നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും എസ്റ്റിമേഷൻ്റെയും ഫുൾ PYQ നമ്മൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. RCCയുടെ ഫോർത്ത് പാർട്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ അഡ്വാൻറ്റേജ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഈസ് ഡ്യൂ ടു അഡ്വാൻറ്റേജ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരുന്നത്. A. Monolithic character. B. Fire resistance and durability. C. Economy because of less maintenance cost. D. All the options are correct. So reinforced concrete monolithic character ആണോ? അതേ ആണ്. അതേപോലെ ഫയർ റെസിസ്റ്റൻസ് ആൻഡ് ഡ്യൂറബിലിറ്റി നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യും? യെസ് ചെയ്യും. ആൻഡ് എക്കണോമി ബിക്കോസ് ഓഫ് ലെസ് മെയിൻ്റെനൻസ് ആണോ? യെസ് ആണ്. അപ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണ്, കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആൻഡ് PCC. ഇവിടെ PCC ചോദിച്ചാലും ഈ ഓപ്ഷൻ നമ്മുടെ കറക്റ്റ് ആണ്. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. By over reinforced beam, the moment of resistance can be increased not more than 10% ആണോ, 15% ആണോ, 20% ആണോ, 25% ആണോ? സോ ഓവർ റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റീലിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. സ്റ്റീൽ നമ്മൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യും ദാൻ ദാറ്റ് ഓഫ് ബാലൻസ്ഡ് സെക്ഷൻ. സോ ബാലൻസ് സെക്ഷനെക്കാട്ടിലും നമ്മൾ സ്റ്റീൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനെയാണ് നമ്മൾ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ നമ്മൾ സ്റ്റീൽ അധികമായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, സ്റ്റീൽ അധികമായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടും. ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കൂടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അത് ഏത് വാല്യൂ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് 10 ആണോ, 15 ആണോ, 20 ആണോ, 25 ആണോ? സോ അത് 25 ആണ് കറക്റ്റ് ഓപ്ഷൻ. പിന്നെ ഇതിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഓവർ റീൻഫോഴ്സ് സെക്ഷനിൽ കോൺക്രീറ്റിന് ആദ്യം സ്ട്രെസ് ആകും, അല്ലെങ്കിൽ കോൺക്രീറ്റ് പെട്ടെന്ന് സ്ട്രെസ്സായി ഡാമേജ് ആകും. സോ ബ്രിട്ടൽ ഫെയിലിയർ ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഓക്കെ, പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ നമ്മൾ ജനറലി പ്രിഫർ ചെയ്യത്തില്ല. നമ്മൾ അണ്ടർ റീൻഫോഴ്സ് സെക്ഷനാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആ കൺസെപ്റ്റ് ഒന്നുകൂടെ പറയാം. ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് സ്റ്റീൽ കൂടുതലാണ് ദാൻ ദാറ്റ് ഓഫ് ബാലൻസ് സെക്ഷൻ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അത് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്നത് ഏത് പർട്ടിക്കുലർ വാല്യൂ വരെയാണ്? 25% വരെ ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ ഒരു വേരിയേഷനും വരത്തില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ ആണ് ചോദിക്കുന്നത്. ഏത് പെർസെൻറ്റ് വരെ ഇൻക്രീസ് ചെയ്യും? അപ് ടു 25%. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ബീം കർവ്ഡ് ഇൻ പ്ലാൻ ഈസ് ഡിസൈൻഡ് ഫോർ bending moment and shear. B. Bending moment and torsion. C. Shear and torsion. D. Bending moment, shear, torsion. So curved section ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, കർവ്ഡ് സെക്ഷൻ നമ്മൾ ജനറലായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, കർവ്ഡ് എ ബീം കർവ്ഡ് ഇൻ പ്ലാൻ. ഓക്കെ, സോ നമ്മൾ ഇതിനെങ്ങനെ കൺസിഡർ ചെയ്യാം? ഓക്കെ, സോ ഇതിൻ്റെ കർവ്ഡ് സെക്ഷനാണ്. ഓക്കെ, കർവ്ഡ് സെക്ഷൻ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അത്ര പ്രോപ്പർ ആയിരിക്കത്തില്ല. ഓക്കെ, സോ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനത്തെ ഒരു സെക്ഷനാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ലോഡ് ഇങ്ങനെ അപ്ലൈ ആകുന്നുണ്ട്. ഓക്കെ, ലോഡ് ഇങ്ങനെ അപ്ലൈ ആകുന്നുണ്ട്. ഓക്കെ, ലോഡ് ഇങ്ങനെ അപ്ലൈ ആകുമ്പോൾ എന്താണ് പ്രശ്നം? അതിൽ ബെൻഡിങ് മൊമെൻറ്റ് എന്തായാലും ഉണ്ടാകും. അത് നമുക്കറിയാം. ബെൻഡിങ് മൊമെൻറ്റ് അറിയാം. ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാകും, ഷിയറും ഉണ്ടാകും. പ്ലസ് ഇതിൽ അഡീഷണലി ഇതിൻ്റെ കർവേച്ചർ, ഇതിൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കർവ് ആയതുകൊണ്ട് ഒരു ടോർഷൻ കൂടെ ക്രിയേറ്റ് ആകും. ഓക്കെ, ടോർഷൻ ക്രിയേറ്റ് ആകും. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ട്, ഷിയർ ഉണ്ട്, ടോർഷൻ കൂടെ ഇൻ അഡീഷൻ ടു ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ്? എ ബീം കർവ്ഡ് ഇൻ പ്ലാൻ ഈസ് ഡിസൈൻ ഫോർ ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ആൻഡ് ടോർഷൻ. സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The neutral axis of T-beam exists within the flange ആണോ, or at the bottom of the edge of the slab ആണോ, or below the slab ആണോ, or all the options are correct ആണോ? അപ്പോൾ T-beamൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് T-beamൻ്റെ സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, സോ ഇവിടെ ന്യൂട്രൽ ആക്സിസ് എവിടേക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചത്. സോ ന്യൂട്രൽ ആക്സിസ് എവിടേക്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം? നമുക്ക് ഫ്ലാഞ്ചിൽ കൊടുക്കാം. ഓക്കെ, ഫ്ലാഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, വിത്തിൻ ദ ഫ്ലാഞ്ച് ഫസ്റ്റ് ഓപ്ഷൻ, വിത്തിൻ ദ ഫ്ലാഞ്ച്. അതേപോലെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലാബ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ന്യൂട്രൽ ആക്സിസ് കൊടുക്കാൻ പറ്റും. അതേപോലെ ബിലോ ദ സ്ലാബും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ ഇതിൻ്റെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുമ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. നമുക്ക്
ഇത് മൂന്നും ഫോളോഡ് ആണ്. വിത്തിൻ്റെ ഫ്ലഞ്ചും കൊടുക്കാം, അറ്റ് ദ ബോട്ടം ഓഫ് ദ എഡ്ജ് ഓഫ് ദ സ്ലാബും കൊടുക്കാം, ബിലോ ദ സ്ലാബും കൊടുക്കാം. സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Width of the rib of a T-beam is generally kept between 1/7 to 1/3 of the rib depth ആണോ, 1/3 to 1/2 of the rib depth ആണോ, 1/2 to 3/4 of the rib depth ആണോ, or 1/3 to 2/3 of the rib depth ആണോ? ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ വിത്തിൻ്റെ റേഞ്ച് എത്രയാണ്? വിത്തിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 1/2 to 2/3 ആണ്. ഓക്കെ, 1/2 to 2/3. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 0.5 to 0.67. ഓക്കെ, 0.5 to 0.67 ഈ റേഞ്ചിലാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ക്ലോസസ്റ്റ് ആൻസർ ഏതാണ്? ഇതിൽ 3/4 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1/2 to 2/3 ആണ്, പക്ഷേ ഇതിൽ ഓപ്ഷനിൽ 3/4 ആണ്. സോ ക്ലോസർ ആയതുകൊണ്ട് നമ്മൾ സിനെ മാർക്ക് ചെയ്യും. ഓക്കെ, അതാണ് കറക്റ്റ് ഓപ്ഷൻ. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Maximum bending moment of simply supported slab is m kg into centimeter. The effective depth of the slab is ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ബൈ Q ഈസ് MR റേഷ്യോ, MR ഫാക്ടർ. ഓക്കെ, സോ എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ m/100 Q ആണോ, ഓർ ബി എന്ന് പറഞ്ഞാൽ m/10 into √Q ആണോ, ഓർ സി എന്ന് പറഞ്ഞാൽ m/√Q ആണോ, ഓർ നൺ ഓഫ് ദീസ് ആണോ കറക്റ്റ് ഓപ്ഷൻ. സോ ഇതിൽ മൊമെൻ്റ് ആണ്, ബെൻഡിങ് മൊമെൻ്റ് ആണ് ചോദിച്ചിരുന്നത്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ജനറൽ ഫോർമുല BD³/12. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ജനറൽ ഫോർമുല BD²/12. QBD². ഇതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ QBD². ഓക്കെ, ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ യൂണിറ്റ്സും, ഇതിൻ്റെ യൂണിറ്റ്ലെസ് ആണ്. ഇതിൻ്റെ മീറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബീൻ്റെ വാല്യൂ ജനറലി 1 മീറ്ററിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ജനറലി 1 മീറ്ററിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ ചെയ്യുന്നത് നമ്മൾ kg സെൻറ്റിമീറ്ററിലാണ് കൺവേർഷൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ വാല്യൂ കിലോ ന്യൂട്ടൺ, സെൻറ്റിമീറ്റർ ന്യൂട്ടൺ അങ്ങനെയൊക്കെ വരും. ഓക്കെ, നമ്മളത് വാല്യൂ കൺസിഡർ ചെയ്തിട്ട് വേണം, നമ്മുടെ ഫോർമുല നോക്കിയിട്ട് വേണം ന്യൂമറിക്കൽസിൽ അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, കിലോ ന്യൂട്ടൺ മീറ്ററിൽ വരും. ഓക്കെ, സോ നമ്മൾ വാല്യൂ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ന്യൂമറിക്കൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ഇതിലിവിടെ kg ഇൻറ്റു സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ കൺവേർട്ട് എല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു ഫാക്ടർ കിട്ടും 100 into QD². m = 100 into QD². അപ്പോൾ ഇത് നമ്മുടെ ഫോർമുല രണ്ടും ഈക്വലൻ്റ് ആവും. ഓക്കെ, സോ നമ്മൾ എല്ലാ യൂണിറ്റും കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വാല്യൂ കിട്ടും, m = 100 Q into D². ഓക്കെ, സോ ഇതിന് നമ്മൾ ഡീനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡീൻ്റെ വാല്യൂ എന്താണ്? D = D² ആണ്. D² = m/100 into Q. ഓക്കെ, അപ്പോൾ ഡീൻ്റെ വാല്യൂ എന്താണ്? ഡീൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ √m/√100Q. ഓക്കെ, സോ ഇത് നമ്മൾ ഇച്ചിരൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √ മേളിൽ m കാണും. അതേപോലെ നമ്മൾ 10 വെളിയെടുക്കാം. 10 വെളിയെടുത്തിട്ട് √Q. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. √m/10 into √Q. ഇതാണ് കറക്റ്റ്. സോ ഇതാണ് ഏത് ഓപ്ഷനാണ് മാച്ച് ആവുന്നത്? നൺ ഓഫ് ദ ഓപ്ഷൻസ് ആണ് കറക്റ്റ്. ഓക്കെ, നൺ ഓഫ് ദ ഓപ്ഷൻസ് ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് വാല്യൂ. പിന്നെ നമുക്ക് ഇതിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇത് ഇത്ര സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യാം. D² ചോദിച്ചിരുന്നത്. അപ്പോൾ D² √ ചെയ്യുമ്പോൾ എന്തായാലും m-ൽ √ വേണം അല്ലേ? ആൻസറിൽ എന്തായാലും √ വേണം. പക്ഷെ നോക്കുവാണെങ്കിൽ ഇതിൽ ഒന്നിലും √ ഇല്ല. അപ്പോൾ ഇത് അങ്ങനെയാണ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിലും ഇല്ല. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് ഡിനെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ജനറലി നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പെർസെൻറ്റേജ് ഓഫ് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ഓഫ് ദ ഗ്രോസ് സെക്ഷൻ ഏരിയ ഇൻ ദ സ്ലാബ്. സോ ക്വസ്റ്റ്യൻ തന്നെ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പെർസെൻറ്റ് ഓഫ് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ ഗ്രോസ് സെക്ഷൻ ഇൻ ദ സ്ലാബ് ഈസ് 0.001 ആണോ, 0.0012 ആണോ, 0.0015 ആണോ,
0.0018 ആണോ ആൻസർ. ഓക്കെ, ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നല്ല പ്രോപ്പർ അല്ല, സോ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, സോ പക്ഷേ നമുക്ക് ബേസിക്കലി നോക്കാം. HYSD ബാർസ് ആണെങ്കിൽ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് HYSD ബാർസ് ആണെങ്കിൽ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ 0.12% കൊടുക്കും, അതായത് 0.0012% കൊടുക്കും. ഓക്കെ, 0.0012 കൊടുക്കും. ഓക്കെ, അതായത് 0.12%. ഓക്കെ, അതേപോലെ നമ്മുടെ മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ നമ്മൾ ഏത് കൊടുക്കും? 0.0015%, അതായത് 0.15% കൊടുക്കും. ഓക്കെ, 0.0015 കൊടുക്കും. ഓക്കെ, ഇതാണ് ജനറലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ മിനിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ കേസ് സി ഓപ്ഷൻ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെൻ്റ് ആണെന്ന് നമുക്ക് ഇത് തന്നെ കൊടുക്കാമായിരുന്നു. ഓക്കെ, സി ഓപ്ഷൻ തന്നിട്ടില്ല, ഇത് നമുക്ക് ഇത് തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷേ ജനറലി ആൻസർ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കൂടെ വരണം, അതിൽ സി ആൻഡ് ബി. ഓക്കെ, രണ്ടും കറക്റ്റാണ്. ഓക്കെ, സി ഓപ്ഷനും കറക്റ്റാണ്, സി ഓപ്ഷനും മൈൽഡ് സ്റ്റീലിന് വേണ്ടി കറക്റ്റാണ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ്. അതേപോലെ ബി ഓപ്ഷൻ HYSD ബാർസിന് കറക്റ്റാണ്. ഓക്കെ, സി ആൻഡ് ബി രണ്ട് ഓപ്ഷനും കറക്റ്റാണ്. ഓക്കെ, സോ ഈനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നല്ലോണം റീഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A ribbed slab is provided for which of the following? ഈ ribbed slab ഏതിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A plain ceiling, thermal insulation ആണോ, plain ceiling ആണോ, acoustic insulation ആണോ? ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണോ? സോ ribbed slab നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. waffled slab എന്നും പറയും, അതിൻ്റെ ഇമേജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. സോ നമ്മൾ പ്ലെയിൻ സീലിംഗും നമ്മൾ യൂസ് ചെയ്യും, തെർമൽ ഇൻസുലേഷനും യൂസ് ചെയ്യും, അക്വാസ്റ്റിക് ഇൻസുലേഷനും യൂസ് ചെയ്യും. സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ എല്ലാ ഓപ്ഷൻസും ഇതിൽ കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം പെർമിസിബിൾ സൈസ് ഓഫ് അഗ്രിഗേറ്റ് ടു ബി യൂസ്ഡ് ഇൻ കാസ്റ്റിംഗ് ദ റിബ്സ് ഓഫ് എ സ്ലാബ് ഈസ് 5 mm ആണോ, 7.5 mm ആണോ, 10 mm ആണോ, 15 mm ആണോ? സോ മാക്സിമം പെർമിസിബിൾ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെർമിസിബിൾ സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് അഗ്രിഗേറ്റ് മാക്സിമം പെർമിസിബിൾ സൈസ്? ആൻസർ എന്ന് പറയുമ്പോൾ 10 mm ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ക്ലോസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ നമ്മുടെ മിനിമം സൈസ് ചോദിക്കുകയാണെങ്കിൽ, റീഇൻഫോഴ്സ്മെൻറ്റ് ക്ലോസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മിനിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസറും സി ആണ്, അതായത് 10 mm ആണ് ജനറലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മിനിമം തിക്നെസ് ഓഫ് എ ഫ്ലാറ്റ് സ്ലാബ് ദാറ്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ? സോ ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? മീൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മിനിമം തിക്നെസ് ഓഫ് എ ഫ്ലാറ്റ് സ്ലാബ് ദാറ്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ? സോ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മുടെ ഫ്ലാറ്റ് സ്ലാബിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? 13 cm ആണോ, L/2 ഫോർ എൻഡ് പാനൽ വിത്തൗട്ട് ഡ്രോപ്പ് ആണോ, ഓർ L/36 ഫോർ എൻഡ് പാനൽ വിത്തൗട്ട് ഡ്രോപ്സ് ആണോ, ഓർ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണോ? സോ നമ്മുടെ മിനിമം തിക്നെസ് ഓഫ് ദ ഫ്ലാറ്റ് സ്ലാബ് ദാറ്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ, അത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ ജനറലി നോക്കുകയാണെങ്കിൽ നമ്മൾ ജനറലി 125 ആണ് നമ്മൾ കൊടുക്കുന്നത്, 125 mm. അതിന് നമ്മൾ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 12.5 mm, 5 cm. അത്രയാണ് നമ്മൾ ജനറലി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ L/32 ഫോർ എൻഡ് പാനൽ വിത്തൗട്ട് ഡ്രോപ്പ് എന്നാണ്. അപ്പോൾ ഡ്രോപ്പ് എന്താണെന്ന് നമുക്ക് ഇമേജിൽ നോക്കാം. ഇത് ആക്ച്വലി വിത്ത് ഡ്രോപ്പ് എന്നാണ് വേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് ഇമേജ് നോക്കാം എന്താണെന്ന്. ഓക്കെ, ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ബീമിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സ്ലാബ്, ഇത് സ്ലാബ് ഏറ്റവും മുകളിലുള്ളത്. ഓക്കെ, അതിൻ്റെ താഴെ നമ്മൾ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ താഴെ നമ്മൾ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ താഴെ നമ്മൾ കോളം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്ലാബ്, ഇത് ഡ്രോപ്പ്, ഇത് കോളം. ഓക്കെ, ഇമേജിൽ ക്ലിയർ ആയിട്ട് കാണാം. സോ ഇതാണ് നമ്മുടെ ഇമേജ്. ഓക്കെ, സോ ഇതാണ് ഡ്രോപ്പ്. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മിനിമം തിക്നെസ് ഓഫ് ഫ്ലാറ്റ് സ്ലാബ് ദാറ്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ? സോ ഏതാണ് കൺസിഡറേഷൻ നമ്മൾ എടുക്കുന്നത്? അപ്പോൾ ബി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ L/32 ഫോർ എൻഡ് പാനൽ വിത്ത് ഡ്രോപ്പ് ആണ്. ഓക്കെ, വിത്ത് ഡ്രോപ്പ് ആയിരുന്നെങ്കിൽ ഇത് ശരിയാണ്, പക്ഷേ വിത്തൗട്ട് ഡ്രോപ്പ് ആണ്. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ L/36 ഫോർ എൻഡ് പാനൽ വിത്തൗട്ട് ഡ്രോപ്പ്. സോ ഇത് കറക്റ്റാണ്, വിത്തൗട്ട് ഡ്രോപ്പ്. L/36 ഫോർ എൻഡ് പാനൽ വിത്തൗട്ട് ഡ്രോപ്പ് ആണ്. സോ അതാണ് കറക്റ്റ്. സോ ഇത് ഓപ്ഷനും തെറ്റാണ്. സോ ഇതാണ് നമ്മുടെ
കറക്റ്റ് ഓപ്ഷൻ. സോ സി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ RCCയുടെ സെക്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും നാളെ വേറൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാം. അതുവരെയും പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.